ഹിൽ ക്ലൈംബ് റേസിംഗ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടില്ല. അപ്പോൾ അതിൽ കളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കാറ് ഫസ്റ്റ് ഒരു അണ്ടി മൂട്ടക്കാറ് കയറും. പിന്നെ അതിൽ ഓരോ വേറെ ടൈപ്പ് ഇന്ന പൈസക്ക് ഇന്ന കാറുകളുണ്ട്. കൂടുതൽ പൈസ കൊടുക്കുമ്പോൾ കൂടുതൽ സെറ്റപ്പുള്ള കാറുകൾ കിട്ടും. അപ്പോൾ നമ്മളെ ഗെയിം അത്ര ഈസി ആവും. ഒരാൾ എന്ത് ചെയ്തു, ഫസ്റ്റത്തെ കാർ വെച്ചാണ്ട് രണ്ടാമത്തെ കാർ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കൂട്ടാണ് പൈസ. ഈ കാർമ ഒന്നും ചെയ്യണില്ല, ഫസ്റ്റത്തെ കാർമ ഒന്നും ചെയ്യണില്ല, എന്നും ഗെയിം കളിച്ചാണ്ട് പൈസ ഇങ്ങനെ എടുത്തു വെക്കുകയാണ് രണ്ടാമത്തെ കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. അതേസമയം വേറൊരാൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു കാറ് ഫസ്റ്റത്തെ കാർ തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് ഇതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു, പിന്നെയും പൈസ ഉണ്ടാക്കുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു, അതിൻ്റെ സ്പീഡ് കൂട്ടുന്നു, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നു, അതിന് മൈലേജ് കൂട്ടുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ കാര്യങ്ങളായിട്ട് ദിമ്മക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാണ്. മറ്റേ ആളെന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആൾ പൈസ ഒരു കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം വേറെ ഒന്നിനും ചിലവാക്കണ്ട, ലാസ്റ്റ് ഇൻകം മറ്റേ വണ്ടി വാങ്ങാനെന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ ആരെയായിരിക്കും രണ്ടാമത്തെ വണ്ടി പെട്ടെന്ന് വാങ്ങുക? ഒബ്വിയസ്ലി അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾ. കാരണം എന്താ, ഓരോ പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം അയാൾ കുറച്ചും കൂടി സ്പീഡിലായിരിക്കും ആ ഉണ്ടാക്കിയ പൈസ ഉണ്ടാക്കുക. പിന്നെ 2x 3x 4x 5x അങ്ങനെ സ്പീഡ് കൂടി വരും. അപ്പോൾ മറ്റേ ആൾ രണ്ടാമത്തെ കാർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കൂട്ടി വെച്ച് സേവ് ചെയ്യുന്ന പെസൻറ്റ് മൈൻഡ് സെറ്റുള്ള ആൾ രണ്ടാമത്തെ കാർ വാങ്ങുന്ന ടൈം അതിന് മുമ്പ് തന്നെ ഇയാൾ ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന ആളെന്തായിരിക്കും ആ രണ്ടാമത്തെ കാർ വാങ്ങിയിട്ടുണ്ടാവും.